തിരുവനന്തപുരത്തുള്ളവർക്ക് അഭിമാനിക്കാനായിട്ട് രണ്ട് ശവം എന്നെ ബാക്കി തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്നിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. ഇത് ഇപ്പം മിക്കവാറും ഒരുപാട് പേര് കമന്റ് പറയും ആ ആശുപത്രി കൊല്ലാനായിട്ടുള്ള ആശുപത്രിയാണെന്ന്. അതെ, കൊല്ലാനായിട്ടുള്ള ആശുപത്രിയാണ്. ഡോറയുടെ കുഞ്ഞുങ്ങളാണ്, നമ്മളെ റോഡ് വീലറിന്റെ കുഞ്ഞുങ്ങളാണ് മിൽക്ക് ഇൻഫെക്ഷൻ ആയി കൊണ്ടുപോയി ഇൻക്യുബേറ്ററിൽ വെക്കാൻ. ഞങ്ങളൊന്ന് ഇൻക്യുബേറ്ററിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചോളൂ എന്ന് പറഞ്ഞു. ഓരോ കുഞ്ഞിനും 50 രൂപ വീതം OP എമൗണ്ട് എന്നും പറഞ്ഞ് കളക്ട് ചെയ്ത് 200 രൂപ 4 കുഞ്ഞുങ്ങൾക്കായിട്ട് വാങ്ങിച്ചു. പോട്ടെ, സാരമില്ല, ഞങ്ങൾ വിചാരിച്ചു 50 രൂപ വീതം തന്നെ ഒന്ന് കളഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. അതായത് അല്പപ്രാണിയായി മരണത്തോട് മല്ലിടുന്ന കുഞ്ഞുങ്ങളെ അരമണിക്കൂർ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ശരി, ഇൻക്യുബേറ്ററിൽ വെക്കാനായിട്ട് 500 രൂപ, അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് കുഞ്ഞുങ്ങളെ വാങ്ങാൻ പോയപ്പോൾ 500 രൂപ ഓക്സിജൻ ചാർജ്. എന്തിനാണ് ഓക്സിജൻ ചാർജ്? ഇതേ കണ്ടോ, കുഞ്ഞിടത്ത് അരമണിക്കൂർ ഈ ചാകാനായിട്ട് കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിനകത്ത് വച്ചതിന് 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടിയുണ്ടാക്കിയത് ഈ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഗവൺമെന്റ് ഹോസ്പിറ്റൽ കൊടപ്പനക്കുന്നിന് 500 രൂപ ഓക്സിജൻ ചാർജ്. എന്നിട്ട് ഇതേ കണ്ടോ, ഡെത്തായി കുഞ്ഞുങ്ങൾ. മാക്സിമം ഷെയർ ചെയ്യണം. ഈ ഇലക്ഷൻ സമയത്ത് ലോകം മുഴുവൻ അറിയണം എന്തിനാണ് ഇങ്ങനെ ഒരു ആശുപത്രി. ഇത് എത്രാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകൾ കാണുമായിരുന്നു. ഈ പരിസരത്തുള്ളവർ തന്നെ ഗവൺമെന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി കൊടപ്പനക്കുന്നിനെ കുറിച്ച് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സിമ്പിൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത് കളയാ ചെയ്തത്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ അനുഭവം എന്താ കണ്ടോ, 2 ഓക്സിജനിൽ വെച്ചിരുന്ന കുഞ്ഞുങ്ങളാണ്. ഇത് 1 ഡെത്തായോന്ന് പറയും, 2 ഡെത്തായെന്ന് പറയുന്നത് 2 ഡെത്തായിട്ടുണ്ട്. തിരിച്ച് വാങ്ങാൻ ചെന്നപ്പോൾ 500 രൂപയാണോ എന്ന് ചേട്ടൻ പ്രതികരിച്ചു. എന്തിനാ 500 രൂപ ഓക്സിജൻ ചാർജിന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന ലേഡി, അതായത് പാർവതി എന്ന് പറയുന്ന ലേഡി, അവളെ പെൺകുട്ടിയുടെ പേര് അവളെന്നെ പറയുള്ളൂ. അവളെ പോലെ ഒരുത്തിയൊക്കെ എന്തിന് ഗവൺമെന്റ് സ്ഥാപനത്തിൽ പിടിച്ച് വെച്ചിരിക്കുന്നതാണ്. ബലമായിരിക്കും, ഭരിക്കുന്നവരുടെ സപ്പോർട്ടായിരിക്കും, ഞാൻ അങ്ങനെ പറയുള്ളൂ. അവൾ പാർവതി എന്ന് അവളെ പേര് പറഞ്ഞു. അവൾ എന്റെ പേര് പാർവതി, നീ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു. പാർവതി അവൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ ഡോക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഡോക്ടറിന്റെ മുന്നേ വെച്ചിട്ട് പറയുവാണ്, നമ്മൾ ചെയ്യുന്നതാ തെറ്റ്, ഈ കുഞ്ഞു ഇതിനൊക്കെ കൊണ്ടുവരുമ്പോൾ മാക്സിമം വൈകിപ്പിച്ചിട്ട് വേണം കൊടുക്കാനെന്ന്. അവളെ നല്ല പൊള്ളാണ് വായിൽ വരുന്നത്. അവൾക്ക് പുഴുത്തേ ചാവുള്ളൂ. കാര്യം എന്താ പറയുക, ഈ മിണ്ടാ പ്രാണികളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എവളൊന്നും നേരെ ചൊവ്വച്ചാവില്ല. അതൊരു തരം തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഫീൽ ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും പപ്പിക്കുഞ്ഞുങ്ങളെ ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കൊണ്ടുവരുന്ന PMG ആശുപത്രിയിൽ അങ്ങനെ കൊണ്ടുപോകും. അവിടെ നല്ല ട്രീറ്റ്മെന്റാണ്. സീരിയസ് ആയിട്ട് കൊടപ്പനക്കുന്നിലെ ആ സാധാ ആശുപത്രിയിലും അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് കൊണ്ടുപോകും. സൂപ്പർ സ്പെഷ്യാലിറ്റി, അതായത് കുറെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാനായി ജനങ്ങളുടെ നികുതി പണം എടുത്ത് കുറെ അവന്മാർക്ക് ജീവിക്കാനുള്ള വരുമാനം കൊടുക്കാനായിട്ട് ഒരു ആശുപത്രി. അല്ലാതെ അവിടെ കൊണ്ടുപോയി ഒന്നും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഞങ്ങളുടെ പിങ്കിയുടെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നതും ആ ആശുപത്രിയുടെ പിടിപ്പുകേട് കൊണ്ടാണ്. ജീവനോടുള്ള 2 പേരാണ്, മനസ്സിലായില്ല. ഓക്സിജനിൽ വെച്ചിട്ട് തിരിച്ചു വന്ന ജീവനോടുള്ള 2 പപ്പിക്കുഞ്ഞുങ്ങളാണ് നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത് ചാകാനായിട്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഓക്സിജന് എമൗണ്ട്, അതായത് 500 രൂപ ആവട്ടെ, 1000 ആവട്ടെ, 250 എത്രയാവട്ടെ, എമൗണ്ട് വേണമെന്ന് പറഞ്ഞു തുടങ്ങിയാൽ സാധാരണക്കാർ എവിടെ പോയി നിൽക്കും? അപ്പൊ നിങ്ങൾ ചോദിക്കും പട്ടി വളർത്താണ്ടിരുന്നാൽ പോരെയെന്ന്. പട്ടിയല്ല, നമ്മൾ പശുവിനെ വെച്ച് ജീവിക്കുന്നവരുണ്ട്, ആടിനെ വെച്ച് ജീവിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ നാളെ ഓക്സിജന്റെ ആവശ്യം വരും. അപ്പൊ എന്ത് ചെയ്യും? ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു, ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ ഇലക്ഷൻ സമയത്ത് തന്നെ അറിയണം, അവിടുത്തെ ഓരോരുത്തർക്കും ഒന്നും ആവില്ല. കാര്യം സപ്പോർട്ട് ഉണ്ടല്ലോ. എന്റെ പേര് പാർവതി, ഇതാണ് എന്റെ പേര് പാർവതി എന്നൊരു പെൺകുട്ടി പറയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം സപ്പോർട്ട് അവർക്ക് ബാക്കിൽ നിന്നുണ്ടാവും.